ശ്രീ ഉല്ലാസ് ബാബു, ബി.ജെ.പിയുടെ അവകാശവാദത്തെക്കുറിച്ച് എന്തു പറയാൻ എന്നുള്ളതാണ് എം.പി. രാജേഷ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് അച്ചീവ് ചെയ്യാമായിരുന്നല്ലോ, കുറച്ചുകൂടി ക്രെഡിറ്റ് വാങ്ങാമായിരുന്നല്ലോ എന്ന്. അല്ല, ശ്രീ ബഹുമാനായിട്ടുള്ള കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് ഒരു കാര്യം ആദ്യം അത് ചോദിക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പദ്ധതി വിഹിതത്തിൽ കുറവ് വരുത്തിയത്? എന്തടിസ്ഥാനത്തിലായിരുന്നു അവർക്ക് കൊടുക്കുന്ന പൈസ വെട്ടിക്കുറച്ചത് എന്നൊന്ന് ചോദിക്കണമായിരുന്നു. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയുടെ ഒന്നാം പ്രതിയാണ് കേരളത്തിലെ ആ വകുപ്പ് മന്ത്രി എന്ന് പറയപ്പെടുന്നത്. അത് മാധവ് വിട്ടുപോയി എന്നുള്ളത് ഇനി ഒരു ദിവസം കാണുന്ന സമയത്തൊന്ന് അദ്ദേഹത്തിനോട് ചോദിക്കണമെന്നൊരു അപേക്ഷ വെക്കുന്നു. രണ്ടാമത്തെ കാര്യം, ബി.ജെ.പിയോട് എന്ത് മറുപടി പറയാനാണ്? കാര്യം കൃത്യമല്ലേ. ഇവരുടെ തന്നെ ഭക്ഷ്യമന്ത്രിയായിട്ടുള്ള എന്ന് പറഞ്ഞാൽ CPIയുടെ മന്ത്രിയായിട്ടുള്ള GR അനിലാണല്ലോ മമ്മിക്കുട്ടിയുടെ ചോദ്യത്തിന് 2333 എന്ന് പറയപ്പെടുന്ന നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യത്തിന് സെപ്റ്റംബർ 30 ചോദിച്ച ചോദ്യമല്ലേ, AAY കാർഡുകളുള്ള എത്ര പേരുണ്ട്, അതിൽ വേറെ അപകടമൊന്നുമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് അതിദാരിദ്രരായിട്ടുള്ള 5,91,000 പേരോളം ഉണ്ട്, അല്ലെങ്കിൽ 5.9 സംതിങ് ആളുകളുണ്ട്. അതിൽ പാലക്കാട് ജില്ലയും ഷൊർണൂർ ജില്ലയും മൂപ്പര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഇനി പുതിയ ആളുകൾക്ക് കാർഡ് എടുക്കാൻ വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കേണ്ട കാര്യങ്ങൾ സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടോ? അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടുണ്ട്, അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആ കാര്യങ്ങൾ നടന്നു പോകുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് ഇത് കിലയിലൊരു ട്രെയിനിങ് നടക്കുന്നു. ആ ട്രെയിനിൽ ഇവരുടെ തന്നെ ഉദ്യോഗസ്ഥരെ കൊണ്ടിരുത്തുന്നു, ഇവരൊരു മാനദണ്ഡം സൃഷ്ടിക്കുന്നു. ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേപോലെയുള്ള പ്രഖ്യാപനം നടത്താൻ വേണ്ടിയുള്ള ഒരു പദ്ധതി ഉണ്ടാക്കുന്നു. ആ പദ്ധതി പ്രകാരം ഇത് കുറവാക്കി കാണിക്കുന്നു. മാധുവിനകത്ത് രാഷ്ട്രീയം നിർത്തുക, ഇടതുപക്ഷം വലതുപക്ഷം BJP എന്നത് ദാരിദ്ര്യത്തിന് ജാതിയും മതവും രാഷ്ട്രീയമൊന്നും ഇല്ലല്ലോ. മതം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, നാളത്തെ ഒരു PR ഗിമ്മിക്കിന് വേണ്ടിയിട്ട് കേരളത്തിന് കിട്ടേണ്ടുന്ന ഒരു അർഹതപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്തിനും നിർത്തലാക്കി എന്നുള്ളത്. നാളെ ഇവർക്ക് 1-ാം തീയതി പ്രസംഗിച്ചിട്ട് വലിയ കയ്യടി മേടിച്ചിട്ട് ആരാ മോൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞ് പോയാൽ മതി. പക്ഷേ ഇത് ഇവർ കണക്കാക്കി വെക്കുന്ന സമയത്ത്, രേഖയാക്കി വെക്കുന്ന സമയത്ത്, അത് മാനദണ്ഡങ്ങൾ എന്ന് പറയപ്പെടുന്ന എല്ലായിടത്തും ബാധകമാണല്ലോ, കേന്ദ്രത്തിനും ബാധകമാണല്ലോ, കേരളത്തിനും ബാധകമാണല്ലോ. അപ്പോൾ ഈ മാനദണ്ഡത്തിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ 35 ലക്ഷത്തോളം പേർക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ 6 ലക്ഷം പേർക്ക് കൊടുക്കുന്ന 35 കിലോ ഭക്ഷ്യധാന്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അത് ഇല്ലാതായി പോവില്ലേ മാധു? അതെങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? ഇവരുടെ ഈ തട്ടിപ്പിന് വേണ്ടിയിട്ട് സാധാരണക്കാരൻ്റെ അന്നം മുടുക്കണമെന്നാണ്, ഇവരുടെ രാഷ്ട്രീയ ചൂതാട്ടത്തിന് നിന്ന് കൊടുക്കേണ്ടി വരികയാണ് പാവപ്പെട്ടവൻ്റെ ജീവിതാവസ്ഥ എന്നുള്ളതാണ്. അതാണ് ഇടതുപക്ഷത്തിനോടുള്ള ഏറ്റവും വലിയ വിരോധമെന്ന് പറയപ്പെടുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട എത്ര ലക്ഷം പേരുണ്ട് മാധു? കൃത്യമായി ഒന്ന് നോക്കി നോക്കൂ. 6 ലക്ഷത്തോളം പേര് അതിൽ വരുന്നുണ്ട്. അതിൽ തന്നെ പ്രതിസന്ധിയിൽ അനുഭവിക്കപ്പെടുന്ന 1.25 ലക്ഷത്തോളം പേര് വരുന്നുണ്ട്. ഇവരുടെ തന്നെ കണക്കാണ്. ഇപ്പോൾ അതിൽ 6000-ഓളം പേര് മാത്രമാണ് ഇതിൽ പെട്ടിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ മറ്റുള്ളവരെങ്ങനെയാണ് അതിൽ തരംതിരിക്കപ്പെടുന്നത്? ഭക്ഷണം കഴിക്കാനുള്ള പ്രയാസം, അല്ലെങ്കിൽ 2 നേരം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, പാചകം ചെയ്യാൻ പറ്റുന്നില്ല, ആ കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷേ കേരളത്തിൻ്റെ അവസ്ഥയിൽ ഇന്നും പ്രതിസന്ധി നേരിടുന്ന നിരവധി ആളുകളുണ്ട് മാധു. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ചെറിയ പ്രതിസന്ധി ഒന്നല്ല. കുടിക്കാനില്ലാതെ, കിടക്കാൻ സാധിക്കാതെ, ഉണ്ണാൻ പറ്റാതെ, ഉറങ്ങാൻ പറ്റാതെ ഇരിക്കുന്ന നിരവധി ആളുകളുണ്ട്. ആ ആളുകളിലേക്ക് ഇവർ എത്തിപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇവരെത്താൻ ഇവർ തയ്യാറുമല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം 9.5 വർഷക്കാലം ഉണ്ടായിട്ട് ഇപ്പോൾ ഇവർ കാണിക്കുന്ന ഈ രാഷ്ട്രീയ തട്ടിപ്പിൻ്റെ ഇരയാകുന്നത് പ്രതിസന്ധി അനുഭവിക്കുന്ന പാവപ്പെട്ടവരാണ്. അവരുടെ വിശപ്പിനെയാണ് നാളെ ഇവർ വിൽക്കാൻ പോകുന്നത്, ഇവരുടെ PR വർക്കിന് വേണ്ടിയിട്ട്. ആ വിശപ്പിനെ വിറ്റ് ഇവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർക്ക് കടയടച്ച് പോയാൽ മതി 3 മാസം കഴിയുമ്പോൾ. പക്ഷേ ആ പാവപ്പെട്ടവർ ജീവിതകാലം മുഴുവൻ പ്രതിസന്ധിയിലേക്ക് പോകണമെന്ന് പറയുന്നിടത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതിൽ BJPയുടെ ഉത്തരം പറയാൻ സാധിക്കില്ല. അത് UP-യിലേക്ക് അല്ലെങ്കിൽ രാജസ്ഥാനിലോ മറ്റു എല്ലാ പ്രദേശങ്ങളും നോക്കിയുള്ളൂ എത്ര കോടി ജനങ്ങൾ അതിൽ നിന്ന് മുക്തി നേടി എന്നുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം, വിവിധ കണക്കുകളെ ഉന്നയിക്കാം. പക്ഷെ ഇവിടെ കണക്കുകളല്ലല്ലോ, യാഥാർത്ഥ്യങ്ങളല്ലേ ആവശ്യം. ഈ കേരളത്തിൽ ഇന്നിവർ കാണിക്കുന്നത് പരിപൂർണമായി രാഷ്ട്രീയമാകാം, പക്ഷെ രാഷ്ട്രീയ തട്ടിപ്പിന് വേണ്ടി പാവപ്പെട്ടവന്റെ വയറിനെ നിങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളത് മാത്രമാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്.